9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ സുപ്രധാനമായൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. മേൽശാന്തി നിയമന തട്ടിപ്പ് വിജിലൻസ് സംഘം അന്വേഷിക്കും. ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിർണായകമായ നിർദ്ദേശമാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. ദേവസ്വം പ്രസിഡന്റിനോട് ദേവസ്വം വിജിലൻസിനെ കുറിച്ച് അന്വേഷിക്കാനാണ് നിർദ്ദേശം. സർക്കാരിന് ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്തുമെന്നാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ്റെ വാക്ക്. അല്ല, വേറൊരു കത്തും കൂടെ ഞാൻ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച മേൽശാന്തി നിയമനത്തിൻ്റെ അതിനെക്കുറിച്ചൊരു പരാതി എനിക്കും കിട്ടിയിട്ട് ഔദ്യോഗികമായിട്ട്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞത്, ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്നലെയാണ് ഞാൻ കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറിയത്. വളരെ സുപ്രധാനമായൊരു നീക്കമാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ന്യൂസ് 18 മേൽശാന്തി നിയമനത്തിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ശബരിമലയിലെ ഇപ്പോഴുള്ള മേൽശാന്തി വേണ്ടത്ര ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡപ്രകാരമുള്ള യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. അങ്ങനെയൊരു വ്യക്തിക്കാണ് നിരവധി വകുപ്പുകളുടെ ക്ലീൻ ചിറ്റ് ലഭിച്ചൊടുവിൽ ദേവസ്വം മേൽശാന്തിയായുള്ള നിയമനം ശബരിമലയിൽ കിട്ടിയത് എന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത്. അതിന് പിന്നാലെ കൂടുതൽ ആളുകൾ തങ്ങൾക്കും പണം നൽകിയാൽ മേൽശാന്തിയാക്കാമെന്ന ഓഫർ ഉണ്ടായിരുന്നുവെന്നും പണം നൽകാത്തതിനാൽ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഇങ്ങനെ നിലപാടുകളെടുത്ത് കൂടുതൽ ആളുകൾ, കൂടുതൽ തെളിവുകൾ, പരാതികളൊക്കെ മുന്നോട്ട് വരികയാണ്. ഇതിനിടെ ഒടുവിലാണിപ്പോൾ സർക്കാരിൻ്റെ ഇടപെടൽ. സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരനും അദ്ദേഹത്തിന് നേരിട്ട് ലഭിച്ച പരാതിയിലും ഇപ്പോൾ അന്വേഷണ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. മേൽശാന്തി നിയമന തട്ടിപ്പിൽ ക്രമക്കേടിൽ ഇതാ വിജിലൻസ് അന്വേഷണം. ഒപ്പം തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയിലും ഈ വിഷയമുണ്ട്. അങ്ങനെയെങ്കിൽ കോടതി നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങളും നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനിടയിലാണിപ്പോൾ പുതിയ നീക്കം കൂടി ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയത്തിൽ നിലപാടെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് വലിയ പരിശോധന ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ അത് ഒതുങ്ങുന്നില്ല. വിജിലൻസ് തന്നെ അന്വേഷിക്കുമെന്ന സാഹചര്യമാണ് ചേരുന്നത്. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, വളരെ സുപ്രധാനമായ ഒരു നീക്കമാണല്ലോ. മന്ത്രിക്ക് നേരിട്ടും പരാതി ലഭിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഗൗരവമായൊരു നീക്കമാണോ സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പോൾ നടത്താൻ പോകുന്നത്? തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയം മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയതാണ്. ഇന്നലെ അദ്ദേഹത്തിന് ഔദ്യോഗികമായി സംബന്ധിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. അതിൽ എല്ലാത്തരം വിഷയങ്ങളുമുണ്ട്. ആദ്യം ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത അത് ഈ മേൽശാന്തി നിയമനത്തിലെ ക്രമക്കേടാണ്. അതിനപ്പുറത്തേക്ക് ഇന്നലെ പുറത്തു വന്ന വിവരങ്ങളും കൂടിയുണ്ട്. തന്ത്രി അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ തന്ത്രി അടക്കമുള്ളവർ ഈ നിയമനത്തിന് വേണ്ടി കോഴ ചോദിച്ചു എന്ന നേരത്തെ പട്ടിക ഉൾപ്പെട്ട ശാന്തിയുടെ വെളിപ്പെടുത്തൽ അടക്കമുണ്ട്. ഇത്തരം എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മേൽശാന്തി നിയമന രീതിയിൽ പ്രക്രിയയിൽ മാറ്റമുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ദേവസ്വം മന്ത്രിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം അടിയന്തര നടപടികൾ ഉണ്ടാകും, വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ ദേവസ്വം വിജിലൻസ് ആണ് ഇത്തരത്തിൽ ഈ മേൽശാന്തി നിയമനത്തിനൊക്കെ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയത്. ഈ 3 പൂജയുള്ള ക്ഷേത്രങ്ങൾ, ദിവസേന നിത്യപൂജ 3 ക്ഷേത്രങ്ങളിൽ ഉള്ള മേൽശാന്തി ശാന്തിമാരാകണം മേൽശാന്തി നിയമന ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട, അവർക്ക് വേണം നിയമനം നൽകേണ്ട കാര്യമടക്കം തീരുമാനിച്ച നേരത്തെ ദേവസ്വം വിജിലൻസ് കൂടിയാണ്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്നതാണ്. അവരോടാണ് ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ കൊണ്ട് മാത്രം അന്വേഷണം ഒതുങ്ങാനിടയില്ല. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണത്തിലേക്ക് സർക്കാർ കടന്നേക്കും. ആദ്യഘട്ടത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ ദേവസ്വം മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ ഇമ്പാക്റ്റുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്തകൾ. അത്രയധികം വിശ്വാസ സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ശബരിമലയിൽ നേരത്തെയുള്ള ബോർഡുകൾ അത് സർക്കാർ നിയോഗിച്ച രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് വലിയ തട്ടിപ്പ് നടത്തിയതിൻ്റെ വാർത്തകളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പുറത്തു വന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തർ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണും. നേരത്തെ തന്നെ മേൽശാന്തി ഇമാർക്കെതിരെ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നില്ല. പകരം തന്ത്രി അടക്കമുള്ളവർ കേസിൽ പ്രതിയായി. മേൽശാന്തി ഒക്കെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്, ദൈവസങ്കല്പത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അവർ കൂടി ഇത്തരത്തിൽ വ്യാജ രേഖകളുടെ അടിസ്ഥാനത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി അയ്യപ്പനെ പൂജിക്കാനെത്തി എന്നുള്ളത്
വിശ്വാസികൾക്ക് അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. അതിലാണ് ഇപ്പോൾ സർക്കാർ സമഗ്ര അന്വേഷണത്തിന് വഴി തുറക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായി വേണം ദേവസ്വം മന്ത്രിയുടെ ഇപ്പോഴത്തെ ഇടപെടലുകളെ കാണാൻ. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഈ വിഷയത്തിൽ ദേവസ്വം പ്രസിഡന്റിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ദേവസ്വം വിജിലൻസ് അന്വേഷണം ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് തുറന്ന നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നൽകുന്നത്. സജിത്ത്, അരുൺ, രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നിലവിലുള്ള മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിക്കെതിരെയാണ് ആരോപണം. അപ്പോൾ ഈ മേൽശാന്തിയെ പിരിച്ചുവിടുമോ മാറ്റുമോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ അവിടെ ചില ആചാരപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പുറപ്പെടാ ശാന്തിയായി അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരാളെ മാറ്റിയാൽ പുതിയ ഒരാളെ നിയമിക്കാനാകുമോ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തീരുമാനമെടുക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു പ്രാഥമിക അന്വേഷണം. ആ അന്വേഷണത്തിന് ഒടുവിൽ ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഒരുപക്ഷെ ഗൗരവമുള്ള കണ്ടെത്തലുകളാണെങ്കിൽ അതിലേക്ക് തന്നെ ദേവസ്വം ബോർഡ് കടക്കും എന്ന സൂചന തന്നെ മന്ത്രിയുടെ വാക്കുകളിലുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ അത്ര പെട്ടെന്ന് മേൽശാന്തിയെ മാറ്റാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരെ മാറ്റും പോലെ മേൽശാന്തിമാരെയും അതുപോലെ തന്ത്രിമാരെയും ഒന്നും മാറ്റാൻ ശബരിമലയിൽ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. 2 മാസത്തിനകം പുതിയ മേൽശാന്തിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുവരെ ഇദ്ദേഹം തുടരാൻ തന്നെയാകും സാധ്യത. പക്ഷേ അന്വേഷണം ഉണ്ടാകും. ഒരുപക്ഷെ ക്രിമിനൽ കേസ് അടക്കം രജിസ്റ്റർ ചെയ്യേണ്ട കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വ്യാജരേഖ ചമച്ചാണ് ശബരിമല മേൽശാന്തി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. ഇത് ഒരുപക്ഷെ ഇപ്പോഴുള്ള മേൽശാന്തിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരിക്കില്ല. അതുകൊണ്ടാണ് തന്ത്രി കുടുംബവും ഒക്കെ വലിയ ആശങ്കയോടുകൂടി ഇപ്പോൾ തന്നെ വാർത്തകളെ കേൾക്കുന്നുണ്ട്. അവർക്ക് ചില നിലപാടുകൾ പറയാൻ ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇന്ന് തന്ത്രി കുടുംബം തന്നെ ഈ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചേക്കാം, പോലീസ് മേധാവിയെ സമീപിച്ചേക്കാം. അത്ര ചില നീക്കങ്ങളും നടക്കുന്നുണ്ട്. തന്ത്രി കുടുംബത്തെ കൂടി നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത്. തന്ത്രിയും ഇതിൻ്റെ കൈക്കൂലി ചോദിച്ചു അല്ലെങ്കിൽ പണം ചോദിച്ചു എന്ന വെളിപ്പെടുത്തൽ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അവരും ഗൗരവത്തോടെ ഇതിനെ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഈ മേൽശാന്തിയെ മാറ്റുന്ന അത് എളുപ്പമുള്ളൊരു പ്രക്രിയയല്ല. പക്ഷേ അയാൾക്കെതിരെ അന്വേഷണം ഉണ്ടാകും ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൂടി വന്ന ശേഷം ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികളിലേക്കും സർക്കാരിന് കടക്കേണ്ടതായി വരും. ശബരിമല ഇത്ര വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മേൽശാന്തി നിയമനത്തിൽ പോലും ക്രമക്കേട് ഉണ്ട് എന്ന ആരോപണം വളരെ ഗൗരവമുള്ളതാണ്, അതീവ ഗൗരവമുള്ളതാണ്. അവിടെ നേരത്തെയൊക്കെ ഉദ്യോഗസ്ഥരെയും ദേവസ്വം സർക്കാർ നിയോഗിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളെയും ഒക്കെ പഴിചാരാമെങ്കിൽ ഇപ്പോൾ ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്ന കരുതപ്പെടുന്ന ആളുകൾ കൂടി ഈ തട്ടിപ്പുകളുടെ ഭാഗമായി മാറുന്നു. ശബരിമലയെ എല്ലാത്തരം ആളുകളും അധികാര കേന്ദ്രങ്ങളും വിശ്വാസ കേന്ദ്രങ്ങളും ഒക്കെ തട്ടിപ്പിൻ്റെ ഇടമാക്കി മാറ്റുന്നത് വിശ്വാസികൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ കർശനമായ നടപടി ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തുടക്കം മാത്രമായി മാറും വിജിലൻസ് അന്വേഷണം. അതിന് തുടർച്ചയായി ശക്തമായ അന്വേഷണങ്ങളിലേക്ക് സർക്കാർ കടക്കാൻ തന്നെയാണ് സാധ്യത. അരുൺ, ഇതിൻ്റെ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇത് മുൻ സർക്കാരിൻ്റെ കാലത്താണ്, അന്നത്തെ ദേവസ്വം ബോർഡാണ്. സ്വാഭാവികമായും രാഷ്ട്രീയപരമായി മുൻ സർക്കാരിനാണ് ഉത്തരവാദിത്തം എന്ന ന്യായമൊക്കെ കണ്ടെത്താനും കഴിയും. അപ്പോൾ നേരത്തെ തന്നെ ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളിൽ മുൻ സർക്കാരിന് മേൽ വലിയ പ്രതിസ്ഥാനത്തുണ്ട്, വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ നേരിടുന്നു, അന്വേഷണം നേരിടുന്നു. ഇതിനിടയിലാണ് ഈ ആക്ഷേപം കൂടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ സർക്കാരിന് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു വിഷയം കൂടിയായി ഇത് മാറുകയാണ്. അതുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിനോ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിനോ ഒരു തടസ്സവുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ വിഷയത്തിലില്ലേ? തീർച്ചയായിട്ടും സാങ്കേതികമായി സർക്കാരിന് പറഞ്ഞു നിൽക്കാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം വരെയുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഈ അഴിമതി ആരോപണം ഉയർന്നു വന്നത്. ഇപ്പോഴത്തെ മേൽശാന്തി നിയമനം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന, കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് നടന്ന നടപടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു തടസ്സവും ഉണ്ടാകില്ല. പക്ഷേ ഈ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ അത് എവിടം വരെ എത്തും, അതിൻ്റെ വേരുകൾ ഏതൊക്കെ കാലഘട്ടങ്ങളിലേക്ക് പോകുമെന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. ഇത് ആദ്യമായാകില്ല ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു മേൽശാന്തി ഇത്തരത്തിൽ നിയമനത്തിൽ ക്രമക്കേട് നടത്താൻ തയ്യാറായത് അല്ലെങ്കിൽ അതിന് ധൈര്യം കാട്ടിയത്. ഒരുപക്ഷെ മുൻകാലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടി വരും. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിച്ചതുപോലെ മുൻകാലങ്ങളിലേക്കും ഇതിൻ്റെ സത്യം തേടി അന്വേഷണം പോകേണ്ടി വരും. അത് സ്വാഭാവികമായും ആരെയൊക്കെ ബാധിക്കുമെന്ന് കണ്ടറിയണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പോലും ഇതിൽ പങ്കുണ്ട് എന്ന ആരോപണമാണ് ഇന്നലെ ഈ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ ഒരു പൂജാരി, ഒരു ശാന്തി മുന്നോട്ട് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിയമനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ നിയമനങ്ങളുടെ ഭാഗമായാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ വരിക. അത്തരം കാര്യങ്ങൾക്ക് അന്വേഷണം പോകും. ഇതാദ്യമായാണോ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് മേൽശാന്തിയായി ശബരിമലയിൽ എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ പരിശോധന വേണ്ടതാണ്. വലിയ രീതിയിൽ സാമ്പത്തികമായി ഒരു ജീവിതം, ഒരാളുടെ ജീവിതം
മാറി മറിയുന്ന ഒരു പദവിയാണ് ശബരിമല മേൽശാന്തി എന്നുള്ളത്. അത് ശബരിമലയിൽ ലഭിക്കുന്ന പൂജകൾക്കപ്പുറത്തേക്ക് പിന്നീട് അവർക്ക് ലഭിക്കുന്ന ഒരു ആധ്യാത്മിക രംഗത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അവർക്ക് ലഭിക്കുന്ന പൂജകളുണ്ട്. നാട്ടിലും വിദേശത്തുമൊക്കെ അവർക്ക് വലിയ പൂജകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് സാമ്പത്തികമായതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് എത്താൻ വലിയ മത്സരമുള്ളതും. ഒരു അയ്യപ്പനെ പൂജിക്കുക എന്നത് വിശ്വാസപരമായ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകില്ല ഒരു പക്ഷേ എല്ലാ ആളുകളും ഇതിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ കിടമത്സരമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെ കാലങ്ങളിൽ എന്തൊക്കെ നടന്നിട്ടുള്ള കാര്യത്തിൽ കൂടി അന്വേഷണം വേണം. സ്വാഭാവികമായും ദേവസ്വം വിജിലൻസിൻ്റെ ഒരു അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമാകില്ല ഇത്. ആദ്യഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തുടർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആരെയൊക്കെ ഇത് ചോദ്യം ചെയ്യേണ്ടി വരും, ഏതൊക്കെ കാലത്തെ ഇടപാടുകളിലേക്ക് അന്വേഷണം പോകുമെന്നുള്ളത് ഒരുപക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയേക്കാൾ വിശ്വാസികൾക്കിടയിൽ വലിയ ആഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഷയമായി ഇത് മാറിയാലും അത്ഭുതപ്പെടാനില്ല. സജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ടോം കുര്യാക്കോസ് കൂടി ചേരുന്നുണ്ട്. ടോം പുറത്തു കൊണ്ടുവരുന്ന ഒരു വാർത്തയാണിത്. ഈ വാർത്ത ഇപ്പോൾ സമൂഹത്തിൻ്റെ പല തലങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ദേവസ്വം ബെഞ്ചിന് മുന്നിൽ പരാതി വരുന്നു, കോടതിയുടെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിലാണ് സർക്കാർ ഗൗരവമായി വിഷയത്തിലെടുക്കുന്നത്. ഒന്ന്, മന്ത്രിക്ക് നേരിട്ട് പരാതി ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടക്കേണ്ടത്. എന്താണ് ഇനി ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്നത്? വിജിലൻസ് അന്വേഷണം നടക്കുന്ന മുറയ്ക്ക്, കാരണം ഇതേ വിജിലൻസ് തന്നെ നൽകുന്ന ക്ലീൻ ചിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മേൽശാന്തി നിയമിക്കപ്പെടുന്നത് എന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. അപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം ഫലപ്രദമാകുമോ? നമുക്കങ്ങനെ കരുതണോ? തീർച്ചയായും സജിത്ത്, കാരണം ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദ് നമ്പൂതിരി നിയമിതനായത് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണെന്ന് ന്യൂസ് 18 തെളിവുകൾ സഹിതമാണ് പുറത്തുവിട്ടത്. അതായത് 2 ദിവസം മുൻപാണ് ഈ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നടപടികൾ ഉണ്ടായിരുന്നു. അതായത് പന്തളം രാജകുടുംബാംഗം മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ദേവസ്വം പ്രസിഡന്റിനും അടക്കം DGPക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് പരാതികൾ ലഭിച്ചതിന്റെ, മന്ത്രിക്ക് നേരിട്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് വിജിലൻസ് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ വിജിലൻസിനെ മന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇനിയൊരു നടപടി, ഏത് രീതിയിലുള്ള നടപടി, കാരണം അന്വേഷണത്തിൽ വളരെ വ്യക്തമാകും ഇത് നിയമം ലംഘിച്ച് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് ഇ.ഡി. പ്രസാദ് മേൽശാന്തി ആയതെന്ന്. കാരണം നമുക്കറിയാം 10 വർഷം തുടർച്ചയായി 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനം ചെയ്ത അനുഭവ പരിചയം, പ്രവൃത്തി പരിചയം വേണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ ഒരു വർഷം പോലും അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ പോലും, ഈ 3 പൂജകളുള്ള ഒരു ക്ഷേത്രത്തിൽ പോലും ഇ.ഡി. പ്രസാദ് മേൽശാന്തിയായി സേവനം ചെയ്തിട്ടില്ല. അതിൽ പല അട്ടിമറികളും പല വ്യാജരേഖ ചമയ്ക്കലും അടക്കമുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടതാണ്. പ്രത്യേകിച്ചും ചോറ്റാനിക്കര കീഴ്ക്കാവിൽ മേൽശാന്തിയായിട്ടുള്ള ഇ.ഡി. പ്രസാദ് അത് മേൽക്കാവ് എന്ന് തിരുത്തി എഴുതി. ഇതുമായി ബന്ധപ്പെട്ട ഓരോ രേഖകളും തെളിവുകളുണ്ട്. അതായത് ന്യൂസ് 18 പുറത്തുവിട്ട തെളിവുകൾ മാത്രം പരിശോധിച്ചാൽ മതി ഇ.ഡി. പ്രസാദ് ആ സ്ഥാനത്തിന് അയോഗ്യനാണെന്ന് വ്യക്തമാകാൻ. സ്വാഭാവികമായും പ്രാഥമികമായും ഇത് പരിശോധിച്ചാൽ തന്നെ അദ്ദേഹം അയോഗ്യനാണെന്ന് ബോധ്യമാകും. ആ രീതിയിലൊരു നടപടി ഇനി വിജിലൻസിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് സാധാരണ ഈ മേൽശാന്തി നിയമനമടക്കം നറുക്കെടുപ്പടക്കം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നടപടിക്രമങ്ങളെന്ന് ഇന്നലെ ശബരിമല കീഴ്ശാന്തി സുരേഷ് ആർ പോറ്റി നമ്മളോട് വ്യക്തമാക്കിയതാണ്. ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതാണ്. അദ്ദേഹത്തോട് ഒരു മുഖ്യ പുരോഹിതൻ പണം വാങ്ങി 3 ലക്ഷം രൂപ വാങ്ങിയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദ് 5 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഇന്നലെ ന്യൂസ് 18 പുറത്തു വന്നതാണ്. ഈ വിഷയമടക്കം, അതായത് ഈ മേൽശാന്തിയായി ഇ.ഡി. പ്രസാദിനെ നിയമിച്ച കാര്യം മാത്രം പരിശോധിച്ചാൽ പോരാ, അതിനപ്പുറം നടക്കുന്ന കൈക്കൂലി ഇടപാടുകൾ, മേൽശാന്തി നിയമത്തിലെ തീവെട്ടിക്കൊള്ള, ഇതടക്കം പരിശോധിക്കണമെന്നൊരു ആവശ്യം കൂടി സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് ഇതൊരു പക്ഷേ ഒരു അയ്യപ്പന്റെ നിയോഗമായിരിക്കാം ഈ വാർത്ത പുറത്തു വന്നതെന്നാണ്. കാരണം ഇനിയെങ്കിലും ഈ മേൽശാന്തി നിയമനത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇത്തരം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. മേൽശാന്തിയായി അതിന്റെ നറുക്കെടുപ്പിലടക്കം ഇത്തരം തിരിമറികൾ നടക്കുന്നുണ്ട്, പണം വാങ്ങിയാണ് മേൽശാന്തിയെ നിയമിക്കുന്നതെന്ന ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ സത്യാവസ്ഥയായിരുന്നു ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. സ്വാഭാവികമായും ഇനിയെങ്കിലും ഇതുപോലുള്ള ഒരു ഉന്നതമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അതിന് സുതാര്യത വേണമെന്നും ഒരു ആവശ്യം അയ്യപ്പ ഭക്തർക്കിടയിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. അത് മന്ത്രിയുടെ ഭാഗത്തും മന്ത്രിയും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുമെന്ന് കരുതാം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാം. പക്ഷേ ഈ ഇ.ഡി. പ്രസാദ് ഇത്തരം ഒരു ക്രമക്കേടിലൂടെയാണ്
ഈ ശബരിമല മേൽശാന്തിയായി നിയമിതനായെന്ന് ബോധ്യമായാൽ, തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യം. കാരണം അത് പുറപ്പെടാ ശാന്തിയാണ്. അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയുമോ അതോ അദ്ദേഹത്തെ മാറ്റി നിർത്തുമോ എന്നതാണ് അറിയേണ്ടത്. അത് ദേവസ്വം ബോർഡ്, സ്വാഭാവിക ദേവസ്വം ബോർഡ് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലയുടെ നടപടിക്രമങ്ങൾ, ശബരിമലയുടെ ആചാരങ്ങൾക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു നടപടിയായിരിക്കും ED പ്രസാദിനെതിരെ ഉണ്ടാവുക. അദ്ദേഹത്തിനെ മാറ്റി നിർത്തണം, അദ്ദേഹത്തെ പുറത്താക്കണം എന്നൊരു ആവശ്യം ഈ വാർത്ത അറിഞ്ഞ, അതായത് ഈ ശബരിമലയെ അത്രയധികം അയ്യപ്പനെ അത്രയധികം സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന വിശ്വാസികൾക്കിടയിൽ ഉയരുന്നുണ്ട്. കാരണം ഒരു കളങ്കിതനായിട്ടുള്ള വ്യക്തിയും ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് വിശ്വാസി സമൂഹം ഒന്നടങ്കം പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് 8ന്റെ വാർത്ത വിശ്വാസികളിൽ വലിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. ഈ അയ്യപ്പ ഭക്തരുടെ ഒരു വലിയ കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇതുപോലൊരു കളങ്കിതനായിട്ടുള്ള വ്യക്തിയും ഒരു കാരണവശാലും അയ്യപ്പന്റെ മുഖ്യ സേവകനായിരിക്കാൻ പാടില്ല, അയ്യപ്പന് വേണ്ടി പൂജ നടത്താൻ പാടില്ല എന്നൊരു ആവശ്യം ഈ വിശ്വാസികൾക്കിടയിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തിൽ ഇത് സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ തെളിവുകളടക്കം പരിശോധിച്ച് അദ്ദേഹം അയോഗ്യനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതുൾപ്പെടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് സജിത്ത്. സംഭവിക്കുന്നു എന്ന ചോദ്യം കൂടിയാണ് ഇക്കാര്യത്തിൽ ഉയരുന്നത്. ടോം, ഒരു കാര്യം കൂടി, ഇപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്താൻ പോകുന്ന ഈ ഒരു അന്വേഷണ നീക്കം, ആ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഈ കോടതി ഈ വിഷയത്തിൽ നടത്താൻ പോകുന്ന നീക്കം എന്തായിരിക്കും? കാരണം ശബരിമലയുടെ എല്ലാ കാര്യങ്ങളും കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ്. സ്വാഭാവികമായും ഇപ്പോഴത്തെ ഈ അപ്പോയിൻമെൻ്റ് അടക്കമുള്ള കാര്യങ്ങളിലും പരോക്ഷമായെങ്കിലും ഉത്തരവാദിത്തം അതിൻ്റെ ചുമതലക്കാർക്കും ഉണ്ടാകും. അപ്പോൾ ഈ നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു ഇടപെടൽ, നേരിട്ട് കോടതിയുടെ അന്വേഷണം പ്രഖ്യാപിക്കൽ പോലെയുള്ള നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായും നമുക്കത് പ്രതീക്ഷിക്കണം. കാരണം ഈ സ്വർണ്ണക്കൊള്ള കേസ്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന്, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായപ്പോൾ അവിടെ ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഉണ്ടായതാണ്. ഈ SITയുടെ ഭാഗത്തു നിന്നും SIT കൃത്യമായും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി തന്നെയാണ്. അതിനേക്കാൾ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ഈ ശബരിമലയിലെ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ, അതായത് ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഈ ന്യൂസ് 8 പുറത്തുവിട്ട ഈ വാർത്തകൾ ഉൾപ്പെടെ ഹൈക്കോടതിക്ക് മുൻപാകെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഈ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളതാണ്. കാരണം ഈ മേൽശാന്തി നിയമനത്തിൽ പല ക്രമക്കേടുകളും ഇതുപോലുള്ള തിരിമറികളും അതോടൊപ്പം രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടാകുന്നുവെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിൽ CPM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് 8 ഇത്തരമൊരു അന്വേഷണം നടത്തിയത് പോലും. അതായത് ഈ ശബരിമല മേൽശാന്തി നിയമനത്തില്, അതോടൊപ്പം മാളികപ്പുറം മേൽശാന്തി നിയമനത്തിലടക്കം CPMന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്ന് A. പത്മകുമാറാണ്, CPM നേതാവ് തന്നെയാണ് തുറന്നു പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഇന്റർവ്യൂവിൽ അടക്കം ഈ ഹൈക്കോടതിയുടെ പ്രതിനിധി, ഈ സ്പെഷ്യൽ കമ്മീഷണറും ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ നടപടിക്രമങ്ങൾ എന്ന് വിശദമായി പരിശോധിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുണ്ട്, 2 മെമ്പർമാരുണ്ട്, തന്ത്രി കുടുംബത്തിലെ 2 പേരുണ്ട്. അങ്ങനെ ഏകദേശം 8 പേരോളം അടങ്ങുന്ന ഈ വിജിലൻസ് കമ്മീഷൻ അടക്കം ഉൾപ്പെടെയുള്ളവരാണ് ഈ ഇന്റർവ്യൂ ബോർഡിലുള്ളത്. അതായത് തുടരുക. അജയ് തറയിൽ, മുൻ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അജയ് തറയിൽ, സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണമാണ്. ഈ തീരുമാനം തികച്ച സ്വാഗതാർഹമാണ്. എന്തായാലും ഇതിപ്പോൾ ഒരു നിയമനത്തിനപ്പുറത്തേക്ക് കൂടുതൽ വ്യാപ്തിയുള്ള വലിയ രീതിയിലേക്ക് അന്വേഷണം കടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതല്ലെങ്കിൽ അങ്ങനെ അന്വേഷണം നടക്കേണ്ട സാഹചര്യമുണ്ടോ? കാരണം മുൻകാലങ്ങളിലും ഇങ്ങനെ ചില ശ്രമങ്ങൾ നടന്നു എന്ന ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. അല്ല, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ദേവസ്വം വിജിലൻസ് ആണല്ലോ ഈ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഈ ആളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശുപാർശ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെന്റ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം നടത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇമ്മീഡിയറ്റ് ആയി ദേവസ്വം ബോർഡ് ഈ
തന്ത്രിയെ മാറ്റി നിർത്തണം. ഇന്ത്യയിലെ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ശബരിമല അയ്യപ്പനെ പോലെ തന്നെ ഭക്തന്മാർ മനസ്സുകൊണ്ട് ആരാധിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു മേൽശാന്തിയെ, ആ മേൽശാന്തി കളങ്കിതനാണ്. അദ്ദേഹം പിൻവാതിലൂടെയുള്ള തരത്തിലാണ് നിയമനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നതാണ്. അതിന്റെ പേരിൽ ആ ആളെ മാറ്റി നിർത്തേണ്ടതാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യം. അത് ഗവൺമെന്റിന് അതിനുള്ള അധികാരം ഇല്ല, അത് ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത്. അതാണ് വിശ്വാസികളുടെ വിശ്വാസത വീണ്ടെടുക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലാതെ വരട്ടെ, അന്വേഷിക്കാം, നടപടി സ്വീകരിക്കാം എന്നുള്ള ഒഴുക്കൻ മറുപടി കേട്ട് വൃശ്ചികം 1-ാം തീയതി വരെ ഇനി ഇരിക്കാൻ പോകുക. വൃശ്ചികം 1-ാം തീയതി എന്ന് പറയുന്നത് നവംബർ 15-ാം തീയതിയാണ്. 15-ാം തീയതിയാണ് അദ്ദേഹം. ആ ദിവസം വരെ ഇതേ മേൽശാന്തി തുടരാൻ പോവുകയാണ്. അപ്പോൾ അയ്യപ്പനോ വിശ്വാസികളുടെ വിശ്വാസത്തെ കുറിച്ച് വലിയ ചോദിച്ചിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് അതിശക്തമായി ആവശ്യപ്പെടാനുള്ളത്. അതിനുള്ള ആർജവം ഈ ദേവസ്വം ബോർഡ് കാണിച്ചില്ല എങ്കിൽ ഈ ബോർഡിന് ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ ബോർഡിലെ മറ്റംഗങ്ങളാണല്ലോ ഈ ആളെ തെരഞ്ഞെടുത്തത്. ഇപ്പോഴുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നില്ലായിരുന്നു. അപ്പോൾ ഈ ബോർഡ് ആളെ സംരക്ഷിക്കുന്നത് എന്തെങ്കിലും അതിൻ്റെതായ ഒരു വലിയ ഡീല് അതിന്റെ പുറകെ ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നമുക്ക് പറയേണ്ടി വരുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യ വാർത്ത കൊടുത്തതിന് പിന്നാലെ മറ്റൊരാൾ, ഒരു വൈക്കം സ്വദേശി, അദ്ദേഹത്തിന് മേൽശാന്തി ആവണമെങ്കിൽ പണം ആവശ്യപ്പെട്ടു എന്ന ഒരു അദ്ദേഹത്തിൻ്റെ ആരോപണം മുന്നോട്ട് വന്നിരുന്നു. തനിക്ക് പണമില്ല അങ്ങനെ കൊടുക്കാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ അവിശ്വസിക്കാൻ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുമോ? കൂടുതൽ ആളുകൾ തനിക്ക് ദേവസ്വം മേൽശാന്തി ആവണമെങ്കിൽ പണം നൽകിയാൽ മേൽശാന്തിയാകാം എന്ന ഓഫർ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഇത് ഗുരുതരമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്റർവ്യൂ ആണ്, ഇന്റർവ്യൂ ബോർഡാണ്. ആ ഇന്റർവ്യൂ ബോർഡിൽ ഈ 3 ദേവസ്വം ബോർഡ് അംഗങ്ങൾ, തന്ത്രി സമാജത്തിന്റെ പ്രതിനിധി, തന്ത്രി ശബരിമല തന്ത്രിമാർ, ഇവരിരുന്നുകൊണ്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ ഇന്റർവ്യൂ ബോർഡിൽ വെച്ച് ആണ് മാർക്ക് ഇടുന്നത്. ആ മാർക്ക് ഇടുന്ന കാര്യത്തിൽ താല്പര്യം ആളുകൾക്ക് കൂടുതൽ മാർക്ക് ഇടാം. ടാബ്ലറ്റ് ചെയ്യുമ്പോൾ ആ പുള്ളി കയറി വരും. അത് പല സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ കൊണ്ടുവന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യിക്കുന്നു. ഒന്നും അറിയാത്ത ആളാണെങ്കിൽ പോലും അയാൾക്ക് ഒരു 19.5 മാർക്ക് കൊടുക്കുന്നു. മറ്റുള്ളവർക്ക് കേവലം 7-8 മാർക്ക് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ 19.5 മാർക്ക് കിട്ടിയ ആൾ, ഇവർ 3 പേരും 19.5 മാർക്ക് കിട്ടു. മറ്റു 2 പേരും അതിനോട് ഒപ്പിച്ച് മാർക്ക് കിട്ടു. അത് കഴിയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, ഇവരെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം അവരെ മറ്റേ നറുക്കെടുപ്പിലായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നറുക്ക് ഇതുവരെ എത്തിക്കുക എന്ന ഒരു ദൗത്യം നിർവഹിക്കാൻ കഴിയും. അത് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് ഭക്തരോട്, വിശ്വാസികളോട് താല്പര്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയോട് CPM-നോടാണ് താല്പര്യമെങ്കിൽ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ. വിശ്വാസികളോട് താല്പര്യമുള്ള ദേവസ്വം ബോർഡ് ആണ് എങ്കിൽ ഈ മേൽശാന്തിയെ മാറ്റി നിർത്തണമെന്നാണ്. മാറ്റി നിർത്തിയോണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ പിന്നെയും ശാന്തിയുണ്ട്, അതുപോലെ തന്ത്രിയുണ്ട്, എല്ലാവരും ഉണ്ട്. 2 ഇന്നിപ്പോ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 4 മാസത്തെ മാത്രം പൂജകൾ, കുച്ചകൾ, എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് തന്നെ എനിക്ക് കാര്യത്തിൽ വളരെ കൃത്യമായി. ദേവസ്വം വിജിലൻസ് അല്ല അന്വേഷിക്കുന്നതാണ് എന്റെ അറിവ്. ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിപ്പം ദേവസ്വം ബോർഡ് ആ രീതിയിൽ ആർജവമുള്ള നടപടി എടുത്തില്ലെങ്കിൽ സർക്കാരിന് കൂടുതൽ ശക്തമായ നിലപാട് എടുത്തുകൂടെ? കാരണം സർക്കാരിന്റെ നിയന്ത്രണ സംവിധാനമല്ലേ ദേവസ്വം ബോർഡ്. സർക്കാരിനെടുക്കാം ഇതില്ലേ എങ്ങനെയാണെന്ന് അറിയില്ല അതിനെ കുറിച്ച്. യെസ്, എന്താ
യെസ്, വളരെ നന്ദി അജയ് തറയിൽ പ്രതികരിച്ചു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ദേവസ്വം വിജിലൻസ് തന്നെ വീണ്ടും അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഞങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം ക്ലെയിം ചിറ്റ് നൽകിയത് ഈ ദേവസ്വം വിജിലൻസ് തന്നെയാണ്. അതേ ബോഡിക്ക് കീഴിലേക്ക് വീണ്ടും അന്വേഷണം എത്തുമ്പോൾ എന്ത് കാര്യമെന്ന സ്വാഭാവികമായ സംശയവും ചോദ്യം ഉയരുന്നുണ്ട്. ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട്. ടോം, അതുതന്നെയാണ് ചോദ്യം. ക്ലെയിം ചിറ്റ് നൽകിയത് ദേവസ്വം വിജിലൻസ് തന്നെയാണ്. പലവട്ടം പല രീതിയിൽ പരിശോധന നടത്തി അവർ നൽകിയ ക്ലെയിം ചിറ്റാണ്. നമ്മൾ സ്ക്രീനിൽ വളരെ കൃത്യമായി തന്നെ കാണിച്ചതാണ്. ഈ വ്യക്തി ഇന്നയിടത്ത് നിന്ന് തനിക്ക് നേരിട്ട് ബോധ്യമുണ്ട് എന്ന വിജിലൻസ് ഓഫീസർ മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതേ വിജിലൻസ് സംഘത്തിലേക്ക് അന്വേഷണം എത്തുമ്പോൾ സർക്കാരിൻ്റെ നീക്കങ്ങൾ സ്വാഗതാർഹമാണ്. ഈ ആക്ഷേപത്തോട് അവരെടുക്കുന്ന നിലപാട് സ്വാഗതാർഹമാണെങ്കിലും ഈ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ കാര്യക്ഷമമാകുമോ? അത് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമില്ലേ മുന്നിൽ? ശ്രീ അജയ് തറയിൽ ഉന്നയിച്ച ചോദ്യം പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ദേവസ്വം വിജിലൻസ് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് 2 തവണ ഈ ഇ ഡി പ്രസാദിന്റെ അപേക്ഷ ദേവസ്വം വിജിലൻസ് പരിശോധിച്ച് തള്ളിയിരുന്നു. അതിനുശേഷമാണ് അപ്പീലിലൂടെ ഇ ഡി പ്രസാദ് ഇന്റർവ്യൂവിലേക്ക് വരുന്നതും പിന്നീട് മേൽശാന്തിയായി നിയമിതനാകുന്നതും. അതായത് അവിടെ ഈശ്വരൻ നമ്പൂതിരി, ദേവസ്വം വിജിലൻസ് ഓഫീസർ ഈശ്വരൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിന് ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അതായത് അദ്ദേഹത്തിന്റെ രേഖകളെല്ലാം പരിശോധിച്ചു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചു. അതിലൊന്നും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് 3 പൂജ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. തുടർച്ചയായി 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ 10 വർഷം ഇ ഡി പ്രസാദ് സേവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശബരിമല മേൽശാന്തിയാകാൻ യോഗ്യനാണ്. നമ്പൂതിരി അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയാണ് ഈ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് സമർപ്പിച്ചത്. അതിനുശേഷമാണ്, അതായത് ഓരോ അപേക്ഷകരുടെയും ഈ അപേക്ഷകൾ വിജിലൻസ് പരിശോധിക്കും, ദേവസ്വം വിജിലൻസ് പരിശോധിക്കും. അതിനുശേഷമാണ് ദേവസ്വം ബോർഡിന് കൈമാറുന്നത്. അങ്ങനെ ഒരു ദേവസ്വം വിജിലൻസ് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ, ഈ ക്രമക്കേട് അന്വേഷിക്കാൻ വരുമ്പോൾ അതിന് നീതി കിട്ടുമോ? അതായത് ഞാൻ ഉദ്ദേശിച്ചു വരുന്നത് അദ്ദേഹത്തെ സത്യം തെളിയുമോ? അതല്ലെങ്കിൽ ഇത്ര ഒരു ക്രമക്കേട് നടന്നു എന്നത് പുറത്തു കൊണ്ടുവരാൻ അവർക്ക് തന്നെ വീഴ്ച പറ്റിയെങ്കിൽ അത് തിരുത്താൻ, അല്ലെങ്കിൽ അത് തെറ്റുപറ്റിയെന്ന് പുറം ലോകത്തെ അറിയിക്കാൻ ദേവസ്വം വിജിലൻസ് തയ്യാറാകുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേവസ്വം വിജിലൻസ് പൂർണ്ണമായും സംശയനിരയിലാകും, പ്രതിക്കൂട്ടിലാകും. അങ്ങനെ അതുകൊണ്ട് തന്നെ ശ്രീ അജയ് തറയിൽ സൂചിപ്പിച്ചതുപോലെ ഇത് വിജിലൻസ് ആണ് അന്വേഷിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള, പോലീസിന് കീഴിലുള്ള വിജിലൻസ് ആണ് ഇത് അന്വേഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് സത്യം പുറത്തു വരികയുള്ളൂ. മാത്രമല്ല, വലിയ ക്രമക്കേട് ഇന്നലെ സുരേഷ് ആർപ്പൂറ്റി പറഞ്ഞ കാര്യമുണ്ട്. ഇത് വിജിലൻസിന് മാത്രമല്ല, ദേവസ്വം ബോർഡിൽ പൂർണ്ണമായും വലിയ അട്ടിമറികൾ നടക്കുന്നുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് പോലും കൈക്കൂലി വാങ്ങുന്നുണ്ട്. ദേവസ്വത്തിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പണം വാങ്ങുന്നു. ഈ പലർക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നൽകുന്നു. ഇത് വ്യാജരേഖയാണ്, ഇ ഡി പ്രസാദിന്റെ ഇത് വ്യാജരേഖയാണെന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. സാധാരണഗതിയിൽ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ, കാരണം ചോറ്റാനിക്കര മേൽക്കാവിൽ തുടർച്ചയായി 2 വർഷം മേൽശാന്തിയായിരിക്കാൻ കഴിയാണ്. പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലും തുടർച്ചയായി മേൽശാന്തി 2 വർഷം. ഇത് 2015 മുതൽ 2017 വരെ ഏകദേശം 26 മാസത്തോളം ഇ ഡി പ്രസാദ് ചോറ്റാനിക്കര മേൽക്കാവിൽ മേൽശാന്തിയായിരുന്നു എന്നത് ഒന്ന് നോക്കിയാൽ തന്നെ, സാധാരണഗതിയിൽ ഒന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും അവിടെ തിരിമറി ഉണ്ട്. തന്നെ സാധാരണഗതിയിൽ ഒന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും അവിടെ തിരിമറി ഉണ്ട് എന്ന്. അതോടൊപ്പം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അദ്ദേഹത്തിന്റെ പ്രായപരിധി, കാരണം 46 വയസ്സ്, ഇപ്പോൾ ഇ ഡി പ്രസാദിന് 47 വയസ്സാകുന്നേ ഉള്ളൂ. 2015 35 വയസ്സേ ഉള്ളൂ ഇ ഡി പ്രസാദിന്റെ പ്രായം. ചോറ്റാനിക്കര മേൽക്കാവിൽ മേൽശാന്തിയാകണമെങ്കിൽ 45 വയസ്സ് വേണം. ഇതും സാധാരണഗതിയിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. മാത്രമല്ല, ആറേശ്വരൻ ക്ഷേത്രം അത്ര പ്രധാനപ്പെട്ട ക്ഷേത്രം, ശാസ്താവിന്റെ ക്ഷേത്രമാണ്. പക്ഷെ എങ്കിൽ പോലും കൂടുതൽ പൂജകളില്ല, 2 പൂജകൾ മാത്രമുള്ള ക്ഷേത്രമാണ്. അവിടെയും അതും 3.5 വർഷമാണ് തൃശ്ശൂർ ആറേശ്വരൻ ക്ഷേത്രത്തിൽ ഇ ഡി പ്രസാദ് സേവനം ചെയ്തത്. ഇതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരൊറ്റ ക്ഷേത്രത്തിൽ പോലും 3 പൂജകൾ ഒരു ക്ഷേത്രത്തിൽ പോലും ഇ ഡി പ്രസാദ് സേവനം ചെയ്തിട്ടില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് വിജിലൻസ്, അതായത് ദേവസ്വം വിജിലൻസ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. സ്വാഭാവികമായും ദേവസ്വം വിജിലൻസ് തന്നെ ഇത് അന്വേഷിക്കാൻ വരുമ്പോൾ ഇത് സത്യം തെളിയുമോ, അതല്ലെങ്കിൽ വീണ്ടും കണ്ണടയ്ക്കുമോ ഈ പല കളങ്കിതരെയും? കാരണം ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ പോലും പ്രതിക്കൂട്ടിലാകുന്ന കേസാണ്. ഇ ഡി പ്രസാദ് തനിച്ചൊരിക്കലും ഇതുപോലുള്ള വ്യാജരേഖ ചമയ്ക്കാൻ കഴിയില്ല. ഇതിന് കൂട്ടുനിന്നവർ ഉൾപ്പെടെ പുറത്തു വരണം, കൂട്ടുനിന്നവർക്ക് എതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടാകണം. മാത്രമല്ല, സുരേഷ് ആർപ്പൂറ്റി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും മുഖ്യ പുരോഹിതൻ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. സജിത്ത്.
അതാണ് സാഹചര്യം. എന്തായാലും അതീവ ഗുരുതരമാണ്. നമ്മൾ ആദ്യം കണ്ട ഗ്രാവിറ്റിയിലേക്ക് അപ്പുറത്തേക്ക് ഇക്കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ്. ഏതെങ്കിലും ഒരു മേൽശാന്തിയിൽ ഒതുങ്ങുന്നില്ല. മുമ്പ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾക്ക് വേണ്ടി വലിയ തരത്തിലുള്ള ഇടപെടൽ, അതിൽ തന്ത്രി അടക്കം ആരോപണ വിധേയനാവുന്നു എന്നതാണ് സാഹചര്യം. ഇതിൽ സ്വാഭാവികമായും വളരെ വിപുലമായ സമഗ്രമായ അന്വേഷണം ദേവസ്വം വിജിലൻസ് അല്ല, അതിനപ്പുറമുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം. മാത്രമല്ല കോടതി ഈ വിഷയത്തിൽ നടത്തുന്ന ഇടപെടൽ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കോടതി സുതാര്യമായ ഒരു ഇടപെടൽ കോടതിയുടെ നിയന്ത്രണത്തിൽ നിരീക്ഷണത്തിൽ നടത്തുമോ എന്നതും കണ്ടറിയണം. ഒരു സ്വാഭാവികമായും ഇന്നത്തെ ദിവസം അത്തരം ചില നീക്കങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഒരിടവേളയാണ്, മടങ്ങി വരാം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര സമീപനത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണിത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളോടും പാകിസ്ഥാൻ നടത്തുന്ന നിയമവിരുദ്ധ ഭരണഘടനാ തിരുത്തലുകളോടും ഇനിയും മൃദുവായ സമീപനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ പാക് ഇടപെടലുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ കേവലം ഭൂപടത്തിലെ അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും വിശാലമായ അർത്ഥതലങ്ങളാണ് ഇവിടെ പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ഇറാൻ ആക്രമിച്ചതോടെയാണ് കാര്യങ്ങൾ വീണ്ടും കൈവിടുന്നത്. ഇറാന്റെ അധികാരം ഒഴിവാക്കി ഒമാൻ ബദൽ കപ്പൽ പാത തുറന്നതാണ് ആക്രമണത്തിന് കാരണം. സമാധാന കരാർ ലംഘിച്ച് ലബനിലേക്കുള്ള ഇസ്രയേൽ ആക്രമണവും തുടരുകയാണ്. ഇതിനിടയിൽ യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇറാൻ ആണവായുധം ഉപയോഗിക്കുമായിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. And the strait's already open, and we're setting records of the strait. But we had to do that. We cannot let Iran have a nuclear weapon. You want to see problems, right? You know that. You want to see problems? You give them a nuclear weapon. They'll use it within the first hour, and we're not going to let that happen. So we did that. They will not have a nuclear weapon, and they've agreed to that, 100% agreed to that. Yes. ഇതാണ് സാഹചര്യം. ബി വിനോദ് ചേരുന്നു. വിനോദ്, പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് 2-3 രാജ്യങ്ങൾക്കിടയിലെ വിഷയമല്ല, ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക ക്രമങ്ങളെ ആകെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. സമാധാനം തിരികെ വരുന്നു, അങ്ങനെ ലോകക്രമങ്ങൾ പഴയപടിയിലാകുന്നു എന്ന പ്രതീക്ഷയിലെ ഇടയിലാണ് ഈ സാഹചര്യം ഇപ്പോഴും ഉണ്ടാകുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇത് സംബന്ധിച്ച് പഴയ അവസ്ഥയിലേക്കുള്ള ഏറ്റുമുട്ടൽ മാറാനുള്ള സാഹചര്യമുണ്ടോ? സൈത്ത്, ഈ സമാധാന കരാറിന് കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു സമീപനമാണ് തുടക്കത്തിൽ തന്നെ സംഭവിക്കുന്നത്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒമാൻ തീരത്താണ് ഇങ്ങനെ ചരക്ക് കപ്പലിനെ ആക്രമിച്ചിരിക്കുന്നത്. സിംഗപ്പൂർ പതാകയുള്ള കപ്പലാണ്, ലൈബീരിയയിലേക്ക് യാത്ര ചെയ്യുന്ന കപ്പലായിരുന്നു. ഇതിന് പ്രകോപനത്തിന് കാരണം ഒമാൻ ബദലായി ഒരു കപ്പൽ പാത തുറന്നു എന്നത് തന്നെയാണ്. ഈ ഹോർമൂസിൽ ഇറാനുണ്ടായിരുന്ന പരമാധികാരം അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് മറ്റൊരു റൂട്ട് ഇതേ കടലിടുക്കിൽ കൂടി തന്നെ, എന്നാൽ ഇറാൻ്റെ തീരത്തേക്ക് പോകാതെ ഒമാൻ തീരത്തു കൂടിയുള്ള ഒരു പുതിയ കപ്പൽ പാത. ഈ കപ്പൽ പാത വന്നതോടുകൂടി ഇറാന് ഹോർമൂസിലുള്ള അപ്രമാദിത്വം നഷ്ടമാകുമെന്ന ആശങ്കയുണ്ട്. ഇതിൻ്റെ പ്രതികരണമായാണ് ഇപ്പോഴത്തെ ആക്രമണത്തെ കാണേണ്ടത്. ഇതിൽ അമേരിക്കയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. അതേസമയം ഇസ്രായേൽ തുടർച്ചയായി ലെബനിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. അത് ഈ കപ്പലിനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഈ ആക്രമണം നടക്കുകയാണ്. ഈ കടലാസിൻ്റെ വില പോലും ഇല്ലാതെ ഈ കരാർ മാറുന്നു എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇതുവരെ 7 പേർ കൊല്ലപ്പെട്ടു. അത് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടത് കരാർ യാഥാർത്ഥ്യമായതിനു ശേഷമാണ്. അതായത് വെടിനിർത്തലിലേക്ക് രാജ്യങ്ങൾ പോവുകയും സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടരുകയും മറ്റൊരു 60 ദിവസത്തിന് ശേഷം പുതിയ കരാറിലേക്ക് എത്തുമെന്നും ധാരണയായ ശേഷമാണ് ഇങ്ങനെ 7 പേർ ലെബനനിൽ കൊല്ലപ്പെടുന്നത്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഹോർമൂസിൽ മറ്റൊരു കപ്പൽ പാത ഉണ്ടായതിൻ്റെ പേരിൽ ഒമാനിലേക്ക് ആക്രമണം നടക്കുന്നു. ദാഹിദ് തീരത്തിനടുത്താണ് ഇങ്ങനെ ആക്രമണം ഉണ്ടായത്.
ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഉണ്ട്. അവർ അവിടെ കുടുങ്ങിയിട്ടുള്ള നാവികരെ, അതായത് ഇതുവരെ അവിടെ കുടുങ്ങി കിടക്കുന്ന കപ്പലുകൾ ഉണ്ടായിരുന്നു, ഇതിലെ നാവികരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷേ കപ്പൽ ആക്രമിക്കപ്പെട്ടതോടുകൂടി IMO അവരുടെ ഉദ്യമം അവസാനിപ്പിച്ചു. അതോടൊപ്പം തന്നെ വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു കാര്യമാണ് സീ മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്ക ശ്രമം നടത്തുന്നുണ്ട്. ഇത് പൂർണ്ണമായി നീക്കണമെങ്കിൽ 6 മാസത്തെങ്കിലും സമയം വേണമെന്നാണ് പെൻറ്റഗൺ വ്യക്തമാക്കുന്നത്. സീ മൈനുകൾ നീക്കം ചെയ്യുന്നതിന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കുന്നുമില്ല. മറ്റൊന്ന് ട്രംപിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. ട്രംപ് ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ ഈ 105 ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച യുദ്ധം, അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇറാൻ അണുവായുധം ഉപയോഗിക്കുമായിരുന്നു എന്ന കാര്യമാണ്. ഇപ്പോൾ അവരുടെ കയ്യിൽ അണുവായുധമില്ല എന്ന് പറയുമ്പോഴും അതിനെ തള്ളിക്കൊണ്ടുള്ള ഒരു വാദത്തിലേക്കാണ് ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയും ഇസ്രയേലും സ്ഥിരീകരിക്കുന്നുണ്ട് ഇറാൻ്റെ പക്കൽ അണുവായുധമുണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രതിനിധികളെ ഇറാനിലേക്ക് പ്രവേശിപ്പിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരിച്ച പ്രദേശങ്ങളിലേക്ക് അവിടെ ആരെയും പ്രവേശിപ്പിക്കില്ല എന്നൊരു നിലപാടിലേക്ക് ഇറാൻ പോകുന്നത് ഒരുപക്ഷെ അവിടെ അവരുടെ കയ്യിൽ അണ്വായുധം ഉള്ളതുകൊണ്ട് തന്നെ ആകണം. പക്ഷേ ഈ ട്രംപിൻ്റെ വെളിപ്പെടുത്തലും വളരെ ഗൗരവം ഉള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് ആധി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കാരണവശാലും ഇറാൻ ആണവശക്തി ആകരുത് എന്നതാണ്. പക്ഷേ ഇതിനകം തന്നെ ഇറാൻ ആണവശക്തി ആയെങ്കിൽ ഇത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് മേലാകും കൂടുതൽ സമ്മർദ്ദമാകുക. ഒരുപക്ഷേ ഇസ്രായേലിനെ ഒരു നിലയ്ക്ക് നിർത്താൻ, അല്ലെങ്കിൽ ഈ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ അത് അമേരിക്കയ്ക്കും അലോസരമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, അതുവഴി ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ നിന്ന് ഒന്ന് പിന്മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുക, അങ്ങനെയുള്ള അമേരിക്കയുടെ നീക്കമാണോ അതല്ലെങ്കിൽ ഇറാന് മേൽ കടുത്ത ഒരു നടപടിയിലേക്ക് അമേരിക്ക പോകുമോ അതിൻ്റെ ഒരു സൂചനയാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. ഒരുപക്ഷെ അങ്ങനെ ആണവശേഷി ആയിട്ടുണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക മുതിരും. അവിടെ നിന്നുള്ള ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക ഏറ്റെടുക്കണം എന്നുള്ളത് കരാറിൻ്റെ ഭാഗമായി അമേരിക്ക മുന്നോട്ട് വെച്ച കാര്യമാണ്. അതിന് ഇതുവരെ ഇറാൻ പച്ചക്കൊടി കാട്ടിയിട്ടില്ല, അതിനെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ നേതൃത്വം വ്യക്തമാക്കുന്നത്. അത് പെസഷ്കിയാനാകട്ടെ അല്ലെങ്കിൽ അർഗാച്ചിയാകട്ടെ പല നേതാക്കളും ഇതിനകം തന്നെ ഇക്കാര്യത്തിൽ ഒറ്റ സ്വരവുമായി രംഗത്ത് വന്നു. അവരുടെ കരാറുമായി ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇറാൻ്റെ നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു, അവിടുത്തെ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായിരുന്നാലും പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്, സംഘർഷത്തിലേക്ക് പോവുകയാണ്. സമാധാന കരാർ വന്നുവെങ്കിൽ പോലും അതിന് അനുസരിച്ചുള്ള നടപടികളല്ല, നീക്കങ്ങളല്ല ഇപ്പോൾ ഉണ്ടാകുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. പശ്ചിമേഷ്യയിൽ വീണ്ടും പ്രശ്നങ്ങളോ എന്ന ആശങ്കപ്പെടുന്ന കാര്യമാണ് വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഹോർമുസ് അടക്കം പഴയപടിയിലേക്ക് വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 235 പേരാണ് മരിച്ചത്. 4300-ലേറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോഴും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതിനിടയിൽ ലോകരാജ്യങ്ങൾ വെനസ്വേലയ്ക്കായി നിരവധി സഹായങ്ങളാണ് എത്തിച്ചു തുടങ്ങുന്നത്. നന്ദന രാജൻ ചേരുന്നുണ്ട്. നന്ദന, വളരെ പ്രധാനപ്പെട്ടതാണ് വെനസ്വേലയുടെ അവസ്ഥ. നമുക്കറിയാം, അങ്ങേയറ്റം ഭരണതരത്തിൽ അസ്ഥിരതയുള്ള രാജ്യമാണ്. അവിടെയാണ് ഇത്തരമൊരു പ്രകൃതി ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മരണനിരക്ക് ഇനിയും ഉയരുമോ? തീർച്ചയായും സജിത്ത്, വെനസ്വേലയിൽ ഇന്നലെയാണ് ഇരട്ട ഭൂചലനം അനുഭവപ്പെട്ടത്. ഇപ്പോൾ മരണസംഖ്യ 235 ഉയർന്നിട്ടുണ്ട്. 1500-ലേറെ പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 250ഓളം കെട്ടിടങ്ങൾ ഇപ്പോൾ തകർന്നു വീണ അവസ്ഥയിലാണ്. 10,000-ഓളം പേര് ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുകയെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഇവിടെ നിന്നും ഇപ്പോഴും ആളുകളുടെ നിലവിളി കേൾക്കാമെന്നും രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. വീടുകളൊക്കെ തകർന്നതോടെ ആളുകൾ തെരുവുകളിലാണ് ഇന്നലെ കഴിഞ്ഞത്. കാരക്കാസിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നും 21 പേരെ രക്ഷിച്ചു. 11 മൃതദേഹങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. US ജിയോളജിക്കൽ സർവേ പ്രകാരം ആദ്യ ഭൂചലനം 7.2 തീവ്രതയിലും രണ്ടാമത്തേത് 7.5 തീവ്രതയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭൂകമ്പത്തിന്റെ ആഘാതം വെനസ്വേലൻ അതിർത്തിയും കടന്ന് ആമസോൺ മേഖലകളിൽ വരെ അനുഭവപ്പെട്ടു. വൈദ്യുതി ബന്ധവും മൊബൈൽ നെറ്റ്വർക്കും പൂർണ്ണമായും തടസ്സപ്പെട്ട് കിടക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. റഷ്യ, ചൈന, UK, US, മെക്സിക്കോ തുടങ്ങി ലോകരാജ്യങ്ങൾ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമേരിക്ക $150 മില്യൺ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കപ്പൽ വഴിയും വിമാനം വഴിയും കൂടുതൽ സഹായങ്ങൾ വെനസ്വേലയ്ക്ക് എത്തിക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി. എന്തായാലും ഇപ്പോൾ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് വെനസ്വേലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സജിത്ത്.
യെസ്, അതാണ് സാഹചര്യം. കീഴുന്ന വെനസ്വേലയ്ക്ക് ലോകരാജ്യങ്ങളുടെ സഹായം എത്തുകയാണ്. അമേരിക്ക, ഇന്ത്യ, ചൈന, ജർമ്മനി, സ്പെയിൻ അടക്കമുള്ള എല്ലാ ലോകരാജ്യങ്ങളും സഹായങ്ങൾ നൽകുകയാണ്. അതീവ ശക്തമായ 2 ഭൂചലനങ്ങളാണ് ഇന്നലെ ആ രാജ്യത്തെ തകർത്തെറിയുന്നത്. ബാറ്റിംഗ് വിസ്മയം 15-കാരൻ വൈഭവ് സൂര്യവംശിയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അരങ്ങേറ്റം കാത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യവും ക്രിക്കറ്റ് ആരാധകരും. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. വൈഭവ് ഇടം പിടിക്കുമോ എന്ന ആകാംക്ഷയിലാണ് കായികലോകം. ഇന്ത്യയുടെ ഇതിഹാസ താരമായ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കളിക്കളത്തിലെ പ്രകടനം ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റൊരു താരമായ വിരാട് കോഹ്ലിയുടെ മത്സരങ്ങളും കളി മികവും ഇപ്പോഴും ഞാൻ ആസ്വദിക്കുന്നുമുണ്ട്. എന്നാൽ ഇവർ 2 പേരുമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. ക്രിക്കറ്റിലെ ആ അത്ഭുതം 8ാമത്തെ ലോകാത്ഭുതം കൂടിയാണ്. അത് മറ്റാരുമല്ല, വൈഭവ് സൂര്യവംശിയാണ്. ഇത് പറഞ്ഞത് ഇന്ത്യയുടെ എക്കാലത്തെയും ചിരവൈരി ആയിട്ടുള്ള പാകിസ്ഥാൻ്റെ കുന്തമുന, സാക്ഷാൽ റാവൽപിണ്ടി എക്സ്പ്രസ് ഷോയിബ് അക്തർ തന്നെയാണ്. ആ വാക്കുകളിൽ നിന്ന് തന്നെ വൈഭവ് സൂര്യവംശി എന്ന താരം കായിക ലോകത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന് എത്രത്തോളം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എന്നത് വ്യക്തമാണ്. ജൂനിയർ താരമായ വൈഭവ് സൂര്യവംശി തൻ്റെ കരിയറിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രകടനം തന്നെയാണ് നടത്തിയിരുന്നത്. എത്രയും പെട്ടെന്ന് വൈഭവ് ഇന്ത്യൻ ടീമിൽ പങ്കാളിയാകണം എന്നാണ് എല്ലാ ക്രിക്കറ്റ് ആരാധകരും ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സീനിയർ ടീമിലേക്ക് വൈഭവ് സൂര്യവംശി ഇടം നേടി. ഇന്ത്യയുടെ 2020 ടീമിൽ ആണ് വൈഭവ് സൂര്യവംശി ഇടം നേടിയിട്ടുള്ളത്. അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരായ പരമ്പരയിലേക്ക് ആണ് വൈഭവ് സൂര്യവംശിയെ തെരഞ്ഞെടുത്തത്. റെക്കോർഡുകളുടെ രാജകുമാരനാണ് വൈഭവ് സൂര്യവംശി. അങ്ങനെയുള്ള വൈഭവ് ഇന്ത്യൻ ടീമിൽ എത്തുമ്പോഴും പുതിയൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരുന്നു. അതായത് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകുമ്പോൾ വൈഭവിന് പ്രായം 15 വയസ്സും 71 ദിവസവും ആണ്. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ റെക്കോർഡ് തന്നെയാണ് വൈഭവ് മറികടന്നത്. സച്ചിൻ ഇന്ത്യൻ ടീമിൽ എത്തിയത് 1989 ആയിരുന്നു. അന്ന് പ്രായം 16 വയസ്സും 205 ദിവസവും ആയിരുന്നു. ഇനി നമുക്ക് ജൂനിയറിൽ നിന്ന് സീനിയർ ടീമിലേക്ക് വൈഭവ് എത്തുമ്പോൾ അതിന് തീർച്ചയായും വൈഭവിൻ്റെ കളി മികവ് തന്നെയാണ് കാരണമായിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. ഇന്ത്യ എ ടീമിലും IPLലും ഒക്കെ വൈഭവ് എതിരാളികളെ വെള്ളം കുടിപ്പിക്കുന്നത് ക്രിക്കറ്റ് പ്രേമികൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്ത്യയുടെ എ ടീമിലും 2020ലും ഇടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് കൂടിയാണ് വൈഭവ് സ്വന്തമാക്കുന്നത്. ഇനി IPLൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ IPLൽ വൈഭവ് സൂര്യവംശി ഇടം നേടുമ്പോൾ പ്രായം 14 വയസ്സും 32 ദിവസവും മാത്രമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വൈഭവിൻ്റെ ഒരു പ്രയാണം അത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പ്രത്യേകിച്ച് 35 പന്തിൽ നിന്ന് സെഞ്ചുറി നേടിക്കൊണ്ട് IPLലും വിസ്മയം തീർക്കാൻ വൈഭവ് സൂര്യവംശിക്ക് സാധിച്ചു. വൈഭവിൻ്റെ IPLലെ കരിയർ ഒന്ന് പരിശോധിക്കുമ്പോൾ 16 മത്സരങ്ങൾ ആണ് വൈഭവ് സൂര്യവംശി ഇതുവരെയും IPLൽ കളിച്ചത്. സ്ട്രൈക്ക് റേറ്റ് ആണ് അത്ഭുതപ്പെടുത്തുന്നത്. 237 എന്നതാണ് സ്ട്രൈക്ക് റേറ്റ്. 776 റൺസ് ആണ് വൈഭവിൻ്റെ ഇതുവരെയുള്ള നേട്ടം. അതിൽ ഒരു സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടും. എത്രയോ സെഞ്ചുറികൾ അദ്ദേഹം നഷ്ടപ്പെടുത്തി എന്നത് കായിക പ്രേമികൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. 94 റൺസിനും 97 റൺസിനുമൊക്കെ പുറത്താകുമ്പോൾ സെഞ്ചുറി തികയ്ക്കുക എന്നതായിരുന്നില്ല വൈഭവിൻ്റെ ലക്ഷ്യം. ഓരോ ബോളിലും കഴിയുന്നത്ര റൺസ് നേടുക എന്നതായിരുന്നു വൈഭവ് ലക്ഷ്യം വെച്ചത്. ഇനി കരിയറിലെ ഫോറുകൾ IPLൽ ഇതുവരെ 63 ഫോറുകൾ വൈഭവ് സ്വന്തമാക്കിയിട്ടുണ്ട്. 72 സിക്സുകളും അക്കൗണ്ടിൽ ഉണ്ട്. ഒരുപക്ഷെ 2020 ഫോർമാറ്റ്, പ്രത്യേകിച്ച് IPL മത്സരങ്ങളിൽ നിറഞ്ഞാടിയ വൈഭവിന് മറ്റു രാജ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ ആ മികവ് പുലർത്താൻ സാധിക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. അവിടെയും വൈഭവ് തന്നെ കൃത്യമായ മറുപടി നൽകി.
ശ്രീലങ്ക എ ടീമിന് എതിരെ 11 പന്തിൽ ആയിരുന്നു വൈഭവ് അർദ്ധ സെഞ്ചുറി തികച്ചത്. അതൊരു റെക്കോർഡ് കൂടിയായി മാറി. 29 പന്തിൽ 94 റൺസും നേടി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ സെഞ്ചുറി എന്ന നേട്ടത്തിലേക്ക് വൈഭവിന് അനായാസം എത്താമായിരുന്നു. പക്ഷേ ഓരോ പന്തിലും കഴിയുന്നത്ര റൺസ് എന്നതാണ് വൈഭവിൻ്റെ ബാറ്റിംഗ് രീതി. അങ്ങനെയാണ് 94-ൽ ആ യാത്ര അവസാനിച്ചത്. അപ്പോഴേക്കും 8 സിക്സുകളും 10 ഫോറുകളും വൈഭവ് സ്വന്തമാക്കിയിരുന്നു. നമ്മുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ഇന്ത്യൻ ടീമിനു വേണ്ടി ഇനി വൈഭവ് കളിക്കാൻ തയ്യാറെടുക്കുകയാണ്. വൈഭവിൻ്റെ ജേഴ്സി കഴിഞ്ഞ ദിവസം BCCI പുറത്തുവിട്ടിരുന്നു. വൈഭവ് സൂര്യവംശിക്ക് വേണ്ടി BCCI നൽകിയിട്ടുള്ളത് 3-ാം നമ്പർ ജേഴ്സിയാണ്. ഇതാ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം. അവിടെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ വൈഭവ് സൂര്യവംശി ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മലയാളികളുടെ പ്രിയതാരമായിട്ടുള്ള സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ ഇവരെല്ലാം തന്നെ ഓപ്പണിംഗ് സാധ്യതയിൽ നിൽക്കുന്ന താരങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ക്രിക്കറ്റ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും ഓപ്പണിംഗ് കുറിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും വൈഭവ് സൂര്യവംശി നമ്മുടെ ക്രിക്കറ്റ് ആരാധകർക്ക് ഇതിനോടകം തന്നെ വലിയ ആവേശം ആണ് നൽകിയിട്ടുള്ളത്. ആ ആവേശയാത്ര തുടരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. വൈഭവ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ടീം ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും കുറിക്കുന്നതിനായി കാത്തിരിക്കാം. യെസ്, ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ വാർത്തകളുമായി എൽദോപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.